വിശദമായ വാർത്തകളിലേക്ക്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അബുദാബിയിൽ കഫറ്റീരിയ അടച്ചു. ബർഗർ അൽ അറബ് കഫറ്റീരിയയാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പരിശോധനയെ തുടർന്ന് അടച്ചത്. എമിറേറ്റിലെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് വ്യക്തമാക്കിയാണ് കഫറ്റീരിയ അടച്ചത്. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ സ്ഥാപനം പ്രവർത്തിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. കഫറ്റീരിയയിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ആഹാരത്തിൽ സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഭക്ഷണം ഉണ്ടാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ശരിയായ മാനദണ്ഡങ്ങൾ സ്ഥാപനം പാലിച്ചിരുന്നില്ല എന്ന് അധികൃതർ കണ്ടെത്തി. ഇതേ തുടർന്നാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. എമിറേറ്റിലുടനീളം ആരോഗ്യ അധികൃതർ പരിശോധനകൾ നടത്താറുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് 800-555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കാമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 അബുദാബി. ആഭ്യന്തര തീർത്ഥാടകർ തെരഞ്ഞെടുത്ത ഹജ്ജ് പാക്കേജ് പ്രകാരമുള്ള തുകയുടെ 2ാം ഗഡു അടയ്ക്കാനുള്ള സമയം അവസാനിച്ചതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നിശ്ചിത സമയത്തിനകം 2ാം ഗഡു അടയ്ക്കാത്തവരുടെ ഹജ്ജ് ബുക്കിംഗ് റദ്ദായി. തുക അടയ്ക്കാനുള്ള അവസാന ദിവസം റജബ് 7 ആയിരുന്നു. 3ാം ഗഡു അടയ്ക്കാനുള്ള സാവകാശം ശവ്വാൽ 10 വരെ തുടരും. റജബ് 4 മുതൽ ഹജ്ജ് പാക്കേജ് നിരക്ക് ഗഡുക്കളെ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതെയായി. 2ാം ഗഡു അടയ്ക്കാത്തതുമൂലം ഹജ്ജ് ബുക്കിംഗ് റദ്ദായവർക്ക് ലഭ്യമായ സീറ്റുകൾക്കനുസരിച്ച് വീണ്ടും പുതിയ ബുക്കിംഗ് നടത്താൻ കഴിയും. വിവിധ പാക്കേജുകളിൽ ബാക്കിയാകുന്ന സീറ്റുകൾക്കനുസരിച്ച് ദുൽഹജ് 7 വരെ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും നുസൂഖ് ആപ്പും വഴി ഹജ്ജ് ബുക്കിംഗ് നടത്താൻ കഴിയും. ഹജ്ജ് പാക്കേജ് നിരക്ക് അടയ്ക്കുകയും ബുക്കിംഗ് നടപടികൾ പൂർത്തിയാവുകയും ചെയ്യുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയം ഹജ്ജ് പെർമിറ്റ് അനുവദിക്കും. ശവ്വാൽ 15 മുതൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിർ വഴി അപേക്ഷകർ ഹജ്ജ് പെർമിറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. ഹജ്ജ് പെർമിറ്റ് നമ്പർ അപേക്ഷകർക്ക് SMS ആയി ലഭിക്കും. ഹജ്ജ് ബുക്കിംഗ് റദ്ദാക്കാൻ വിശദാംശങ്ങൾ ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ട്രാക്കിന്റെ മെയിൻ പേജിൽ ലഭ്യമാക്കുമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് 18 മക്ക. UAEയിൽ ഫെബ്രുവരിയിലും തണുപ്പ് കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്തെ കൂടിയ താപനില ശരാശരി 23 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസിനും 16 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. മാസത്തിന്റെ 2ാം പകുതിയിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ തണുപ്പിന് നേരിയ ശമനമുണ്ടാകും. പൊടിക്കാറ്റും വീശും. അസ്ഥിര കാലാവസ്ഥ അനുഭവപ്പെടും. ഇടയ്ക്കിടെ മഴയും പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സമൂഹമാധ്യമങ്ങളിലെ വിമർശനങ്ങൾ അതിര് കടക്കരുത് എന്ന് നടൻ മമ്മൂട്ടി. ചില സിനിമകൾ പ്രേക്ഷകർ കാണുന്നതിന് മുൻപ് തന്നെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരും. പക്ഷേ വിമർശനങ്ങൾ പരിഹാസമായി മാറരുത് എന്നതാണ് തന്റെ അഭിപ്രായം. ഇന്നത്തെ മലയാള സിനിമകളിലെ പുതിയ നല്ല മാറ്റങ്ങൾക്ക് കാരണം പ്രേക്ഷകർ സിനിമയെ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. ഫാൻസിനു പുറമെ എല്ലാത്തരം ആളുകളും കാണുന്നതുകൊണ്ടാണ് തന്റെ ചിത്രങ്ങൾ വിജയിക്കുന്നത് എന്നും മമ്മൂട്ടി പറഞ്ഞു. തന്റെ പുതിയ സിനിമയുടെ ഗ്ലോബൽ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ദുബായിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമർശനങ്ങൾ എന്ന് പറയുന്നത് പരിഹാസങ്ങളാകാതിരുന്നാൽ മതി. പലപ്പോഴും ചിലപ്പോൾ അതിരുവിട്ട് പോകുന്നത് അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദ്ദേശിച്ചതായിരിക്കും. അത് നല്ലതാണോ? അതെന്റെ ഉത്തരം. പുതിയ ആൾക്കാരില്ലേ, ഈ സോഷ്യൽ മീഡിയ പുതിയതാണ്. അപ്പൊ അവരും ചെറുപ്പക്കാരാണ്, ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ. അപ്പൊ അതിൻ്റെതായ അവരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നത്. സ്വാഭാവികം. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. UAE ദിർഹം 22 രൂപ 32 പൈസ, സൗദി റിയാൽ 21 രൂപ 84 പൈസ, കുവൈറ്റി ദിനാർ 268 രൂപ 83 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 51 പൈസ, ഒമാനി റിയാൽ 212 രൂപ 96 പൈസ, ബഹ്റൈനി ദിനാർ 217 രൂപ 46 പൈസ. കടുത്ത ധനപ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. ചില നികുതി ഇനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിലെ കേരളത്തിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായെങ്കിലും ജനക്ഷേമ പദ്ധതികൾ KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇടം പിടിക്കും എന്ന് തന്നെയാണ് സൂചന. ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വരുമാനം കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ
ഏതാനും നികുതി ഇനങ്ങളിൽ വർധനവുണ്ടാകുമെന്നാണ് സൂചന. റെയിൽ വികസനവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾ കേന്ദ്ര ബജറ്റിൽ ഇടം പിടിച്ചില്ലെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കിടയിൽ വികസന ക്ഷേമ പദ്ധതികൾക്കായി തുക മാറ്റിവെക്കുക എന്ന വെല്ലുവിളിയോടെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിന് അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. വാസ്തവത്തിൽ അവരുടെ നിർമ്മാണ ബഡ്ജറ്റിൽ വലിയ തുക ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. നിർമ്മാണത്തിന് വലിയ ഇൻക്രീസ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം ഗേജിന്റെ ചേഞ്ച് അങ്ങനൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. അപ്പം അത് നോക്കിയാലേ അറിയത്തുള്ളൂ. കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധികൾക്ക് പുറമെ സർക്കാരിന്റെ അനാവശ്യ ചെലവുകളും ധനസ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. GST കോമ്പൻസേഷൻ അടക്കം നിർത്തലാക്കിയ പശ്ചാത്തലത്തിൽ അധിക വരുമാനത്തിനായി മറുവഴികൾ തേടേണ്ട സാഹചര്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത ധനപ്രതിസന്ധിക്കിടയിൽ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ നിരത്തി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12.01% വളർച്ച നേടിയതായാണ് റിപ്പോർട്ടുകൾ. ഉത്തേജക പാക്കേജ് സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കാൻ സഹായിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം സംസ്ഥാനത്തിന്റെ പൊതുകടം 2.10 ലക്ഷം കോടിയായി വർദ്ധിച്ചു. പോപ്പുലർ ഫ്രണ്ട് ബന്ധമില്ലാത്തവരെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. ഹർത്താൽ അക്രമ കേസുകളിൽ നടപടികൾ നേരിട്ട PFIയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഒഴിവാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജപ്തി നടപടികളിൽ പിഴവ് സംഭവിച്ചുവെന്ന സർക്കാർ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവർക്കെതിരെ എടുത്ത നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അക്രമ കേസിൽ പിടിച്ചെടുത്ത വസ്തുവകകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലത്തിലാണ് ജപ്തി നടപടിയിൽ പിഴവ് പറ്റിയെന്ന് സർക്കാർ സമ്മതിച്ചത്. PFIയുമായി ബന്ധമില്ലാത്തവരുടെ വസ്തുവകകളും ജപ്തി ചെയ്തവയിലുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത് കാരണമാണ് തെറ്റ് സംഭവിച്ചതെന്നും വിശദീകരിക്കുന്നു. പേരിലെയും സർവേ നമ്പറുകളിലെയും സാമ്യം മൂലമാണ് പിഴവ് സംഭവിച്ചത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവർക്കെതിരെ എടുത്ത നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും സർക്കാർ അറിയിച്ചു. സത്യവാങ്മൂലം പരിഗണിച്ച കോടതി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവരെ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ ഉത്തരവിട്ടു. ഹർത്താൽ അക്രമ കേസുകളിൽ നടപടികൾ നേരിട്ട PFIയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഒഴിവാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. പിഴവ് പറ്റിയവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർത്താൽ അക്രമങ്ങളിലെ നഷ്ടം തിട്ടപ്പെടുത്താൻ നിയോഗിച്ച ക്ലെയിംസ് കമ്മീഷണർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ 1 മാസത്തിനകം ഒരുക്കണമെന്നും ജസ്റ്റിസുമാരായ PK ശങ്കരൻ നമ്പ്യാരും CP മുഹമ്മദ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൽ അറസ്റ്റിലായ SDPI കൌൺസിലറെ പിന്തുണച്ച് UDF. 6 മാസത്തേക്കുള്ള അവധി അപേക്ഷയിലാണ് SDPIയുടെ ആവശ്യത്തെ UDF പിന്തുണച്ചത്. അതേസമയം 3 മാസത്തെ അവധി നൽകാൻ CPMഉം പിന്തുണച്ചിരുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. 11ാം വാർഡ് കൌൺസിലർ EP അൻസാരി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റെയ്ഡിന് പിന്നാലെ ജയിലിലായത്. 6 മാസത്തേക്ക് അവധി വേണമെന്ന് നവംബറിൽ അൻസാരി ആവശ്യപ്പെട്ടു. ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വെക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. തീരുമാനം കൌൺസിലിന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടു. ഇതിനെ തുടർന്ന് ഇന്നലെ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് SDPIയുടെ ആവശ്യം മുസ്ലിം ലീഗും കോൺഗ്രസും വെൽഫെയർ പാർട്ടി അടക്കമുള്ള അംഗങ്ങളും പിന്തുണച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. അതേസമയം അവധി അനുവദിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വിശദീകരണം. മുൻപ് ഇതേ ആവശ്യത്തെ CPM പിന്തുണച്ചതായും കോൺഗ്രസ് ന്യായീകരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷും വ്യക്തമാക്കി. ഞങ്ങളത് പരിശോധിക്കാം. ഞങ്ങൾ അറിയില്ല, ഇപ്പോഴാണ് അറിയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം നഗരസഭയിൽ. അവിടെ എന്തായാലും ഈരാറ്റുപേട്ട നഗരസഭയിൽ SDPIയുടെ പിന്തുണ ഒന്നും ഇല്ലാതെയാണ് അവിടെ UDF ഭരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം, പരിശോധിക്കാം. അല്ല, അതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ അന്വേഷണം നടത്തും. അങ്ങനെ എന്താ സംഭവം ഉടനെ തന്നെ തിരക്കും. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നായിട്ട് അറിയില്ല. നേരത്തെ CPM SDPI ബന്ധത്തിന്റെ പേരിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അസൗകര്യത്തെ തുടർന്ന് UDFിലെ 2 അംഗങ്ങൾ ഇന്നലത്തെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ന്യൂസ് 18 കോട്ടയം.
2 വർഷത്തിലേറെയായി ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിഞ്ഞ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ മോചിതനായി. സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത്. തന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തിനോടും നന്ദി പറയുന്നുവെന്ന് സിദ്ദിഖ് കാപ്പൻ പറഞ്ഞു. 28 महीने के बाद हम वापस मतलब बाहर आया, एक आज़ादी का हवा मिल गया. मीडिया पर्सन सबको शुक्रिया अदा करता हूँ मैं. നീതി പൂർണ്ണമായും ലഭിച്ചില്ലെന്നായിരുന്നു ജയിൽ മോചിതനായ ശേഷം സിദ്ദിഖ് കാപ്പന്റെ ആദ്യ പ്രതികരണം. തനിക്കൊപ്പമുള്ള നിരപരാധികൾ പലരും ജയിലിലാണ്. UAPA में बहुत लोग 5 साल 10 साल जेल काट रहा है. हम 28 मंथ में बाहर आ गया. ये मीडिया हमारा मीडिया फ्रैटर्निटी का एक नतीजा है. ലക്നൌവിലെ ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്ന സിദ്ദിഖ് കാപ്പന് UP പോലീസും EDയും ചുമത്തിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. ക്രിസ്മസ് അവധിക്ക് മുമ്പ് ED കേസിൽ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും നടപടിക്രമം നീണ്ടുപോയതാണ് മോചനം വൈകിപ്പിച്ചത്. ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട UPയിലെ ഹാദ്രസിലേക്കുള്ള യാത്രയ്ക്കിടെ 2020 ഒക്ടോബറിലാണ് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ടുമായി കാപ്പന് ബന്ധമുണ്ടെന്നും കാപ്പന്റെ അക്കൗണ്ടിലെത്തിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായില്ലെന്നുമായിരുന്നു EDയുടെ വാദം. ഡൽഹിക്ക് മടങ്ങിയ സിദ്ദിഖ് കാപ്പൻ 6 ആഴ്ചകൾക്ക് ശേഷമാകും കേരളത്തിലെത്തുക. ന്യൂസ് 18 ഡൽഹി. കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തുവെന്ന വാർത്തയെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തട്ടെ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അത് ആരൊക്കെയാണ് എന്ന് താൻ പറയുന്നില്ല. മാധ്യമങ്ങൾ തന്നെ അക്കാര്യം കണ്ടെത്തണം. സിദ്ദിഖ് കാപ്പൻ പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ആരാണ് ഇനി അകത്തേക്ക് പോകുന്നത് എന്ന് ആലോചിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വീണ്ടും വാർത്തകളിലേക്ക്. PV അൻവർ MLAയുടെ കക്കാടാംപൊയിലെ PVR നാച്ചുറൽ റിസോർട്ടിൽ സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞു നിർമ്മിച്ച 4 തടയണകളും 1 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. 1 മാസത്തിനകം തടയണകൾ പൊളിച്ചു നീക്കണമെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ 26-ന് ജസ്റ്റിസ് VG അരുണിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ PV അൻവർ MLAയുടെ PVR നാച്ചുറൽ റിസോർട്ടും അൻവറിൽ നിന്ന് തടയണ ഉൾപ്പെടുന്ന സ്ഥലം വിലയ്ക്ക് വാങ്ങിയ കരാറുകാരൻ ഷെഫീഖ് ആലുങ്കലും സമർപ്പിച്ച അപ്പീൽ ഹർജികൾ തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് S. മണികുമാറും ജസ്റ്റിസ് ഷാജി P. ചാലിയും അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സർക്കാരിന്റെയും CPMന്റെയും സംരക്ഷണയിൽ സംസ്ഥാനത്ത് ലഹരി മാഫിയ അഴിഞ്ഞാടുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ CPM നേതാവ് ഷാനവാസിനെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആലപ്പുഴയിൽ CPMന്റെ ഭവന സന്ദർശനം രാത്രി 10 മണിക്ക് ശേഷമാണ് എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പരിഹാസം. CPMനെതിരെ എന്തും വിളിച്ചു പറയാനുള്ള വേദിയായി നിയമസഭയെ മാറ്റരുത് എന്നും എല്ലാറ്റിനും പരിധി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുനാഗപ്പള്ളിയിലെ ലഹരി കടത്ത് ഉയർത്തിക്കാട്ടി CPM പ്രവർത്തകരുടെ ലഹരി മാഫിയ ബന്ധവും അതിന് നേതൃത്വം നൽകുന്ന സംരക്ഷണവും സ്ഥാപിക്കാനായിരുന്നു പ്രതിപക്ഷ ശ്രമം. പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിയ മന്ത്രി MP രാജേഷ് തെളിവുണ്ടെങ്കിൽ ഷാനവാസ് പ്രതിയാകുമെന്നും വ്യക്തമാക്കി. കരുനാഗപ്പള്ളി കേസിൽ ലോറി ഉടമസ്ഥൻ പ്രതിയല്ല എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ അയാൾക്കെതിരായിട്ട് തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. ഇതെല്ലാം കണ്ടെത്തിയത് കേരള പോലീസാണ് എങ്കിൽ ഈ പറയുന്നയാൾക്കും അതിൽ പങ്കുണ്ടെങ്കിൽ അതും കേരള പോലീസ് കണ്ടെത്തും. ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. ഗുരുതരവും ശക്തവുമായ ആരോപണങ്ങളിലൂടെ CPMനെതിരെ മാത്യു കുഴൽനാടൻ ആഞ്ഞടിച്ചു. CPM എന്ന പാർട്ടിയിൽ ഒരു വിഭാഗം മുഴുവൻ നേതാക്കന്മാരെ ഞാൻ പറയില്ല, ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്ന് പാർട്ടിയുടെ ചവിട്ടുപടി കയറുന്നത് ഈ മയക്കുമരുന്ന് മാഫിയകളെ ഉണ്ടാക്കുന്ന പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. ആലപ്പുഴയിലെ കേസ് എങ്ങനെയാണ് പുറത്തു വന്നത്? ആലപ്പുഴയിലെ കേസ് പുറത്തു വരാൻ കാരണം CPMനകത്ത് നടക്കുന്ന വിഭാഗീയതയുടെ പേരിലാണ്. ഒന്നും രണ്ടുമല്ല. സംസ്ഥാനത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. പാർട്ടിക്കെതിരെ കുഴൽനാടൻ കത്തിക്കയറിയപ്പോൾ ക്ഷുഭിതനായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. CPIM പോലുള്ളൊരു പാർട്ടിയെക്കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനൊരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല. എന്താണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. ഇങ്ങനെയാണോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഈ രീതിയിലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത്? സർ, എന്തിനും ഒരു അതിര് വേണം. ആ അതിര് ലംഘിച്ചു പോകാൻ പാടില്ല. കുഴൽനാടനെ ചുമതലപ്പെടുത്തിയത് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെയാണെന്ന് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ തന്നെയാണ്
കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ അംഗമായ ഡോക്ടർ മാത്യു കുഴൽനാടനെ ഈ റൂൾ 50 നോട്ടീസ് അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഈ റൂൾ 50 നോട്ടീസ് അവതരിപ്പിച്ചെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണത്തിന്റെ ഭാഗമായി പാർട്ടിയെ ബാധിച്ച ജീർണത എത്രമാത്രം ആഴത്തിൽ പോയി എന്നതിന് തെളിവാണ് കരുനാഗപ്പള്ളി സംഭവമെന്നും വി ഡി സതീശൻ. മയക്കുമരുന്ന് സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോൾ അവരിൽ വേണ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ ഈ സർക്കാരിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അതിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം പറയുന്നത്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ എക്സൈസ് മന്ത്രിക്ക് ആത്മാർത്ഥതയില്ലെന്നും ഇങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കേണ്ടെന്നും സതീശന്റെ മുന്നറിയിപ്പ്. ലഹരി മാഫിയയ്ക്ക് സർക്കാർ കുടപിടിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൂർണ്ണ ഗർഭിണിയും ഭർത്താവും മരിച്ചു. കുറ്റ്യാട്ടൂർ സ്വദേശികളായ റീഷയും ഭർത്താവ് പ്രജിത്തുമാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 4 പേർ രക്ഷപ്പെട്ടു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.